ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നമുക്കൊപ്പം അന്വേഷി പ്രസിഡന്റ് കെ അജിത ചേരുകയാണ്. മാഡം, ഈ റിപ്പോർട്ടിനെ എങ്ങനെയാണ് കാണുന്നത്? റിപ്പോർട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ WCCക്ക് ഒരു റെഡ് സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത്. അവർ ഇത്രയും കാലം ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു, അതിൻ്റെ പുറകെ നടന്ന് അത് പുറത്തു കൊണ്ടുവന്നു. അതൊരു വൻ വിജയമാണ്, ചരിത്രപ്രധാനമായ വിജയമാണ് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റിയോടും ജസ്റ്റിസ് ഹേമയോടും അതുപോലെ അതിലുണ്ടായിരുന്ന 2 മെമ്പർമാരോടും ഞാൻ എൻ്റെ അങ്ങേയറ്റം സന്തോഷം അറിയിക്കുന്നു. വളരെ എന്താ പറയുക, ദൂരവ്യാപകമായ ഫലങ്ങളുണ്ടാക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വന്നതിൽ എല്ലാവരും പോലെ ഞാനും സന്തോഷിക്കുന്നു. കാരണം ഇന്ത്യയിലെ ചലച്ചിത്ര ലോകത്ത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. കേരളമായതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ അഭിമാനിച്ച് പറയാവുന്നതാണ്. കാരണം ചലച്ചിത്ര ലോകത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ വളരെ പഴകിയ വാർത്തകളാണ്. ഞെട്ടിക്കുന്ന വാർത്തകൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഞെട്ടൂല. കാരണം ഞങ്ങൾ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് വളരെ ശക്തമായ ഭാഷയിൽ നിർദ്ദേശങ്ങളായിട്ട് ഹേമ കമ്മിറ്റിയിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ തെളിവുകൾ മുഴുവനും അവരുടെ കയ്യിൽ വേറെ ഉണ്ട്. അത് എടുക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് അതിൽ കുടുങ്ങുക എന്നുള്ളത്, കാരണം ക്രിമിനൽ കേസ് ആകുമ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും നിലനിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പിടിക്കാൻ ഒരാളെ, അത് എത്ര പ്രമുഖനായാലും പിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ, അതായത് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ പ്രശ്നം കിടക്കുന്നത്. പ്രമുഖരായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവരെ പിടിക്കാനൊരു മടി, അവരെ കഴിയുന്നതും മൂടി വെക്കുക, പൂഴ്ത്തി വെക്കുക, അവർ ചെയ്ത കുറ്റങ്ങൾ. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ എന്നോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ സൗമ്യ കൊലക്കേസിൽ കണ്ടില്ലേ, ഗോവിന്ദചാമീനെ ഇപ്പോൾ പിടിച്ചു. അങ്ങനെ ഓരോ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ വളരെ ഏറെ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. 4.5 കൊല്ലം ഇത് ഫ്രീസറിലിട്ടിട്ട് ഇപ്പോൾ പുറത്ത് വിടേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് WCCക്ക് തന്നെ വേണം അതിൻ്റെ റെഡ് സല്യൂട്ട് കൊടുക്കാൻ. അതാണ് ഞാൻ ആദ്യം അത് പറയാനാണ് എനിക്ക് വളരെ സന്തോഷമുള്ളത്. പിന്നെ ഇതിലെ റെക്കമെൻഡേഷൻസിൻ്റെ കാര്യം, അതായത് ട്രിബ്യൂണൽ വേണം, അതിൻ്റെ എല്ലാ നടപടികളും വേണം എന്നുള്ളത് തീർച്ചയായിട്ടും. എന്തോ ഒരു കോൺക്ലേവ് വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, ഒക്ടോബറിലോ മറ്റോ. കേരളത്തിലെ എല്ലാ NGOസിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് കോൺക്ലേവ്, വനിതാ കമ്മീഷനവരൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു കോൺക്ലേവ് വന്നാൽ നല്ലതാണ്. പക്ഷേ ഈ കോൺക്ലേവിൽ തന്നെ എങ്ങനെ എത്രത്തോളം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ല. നിയമങ്ങൾ ഇത്തരം കാര്യം, ഇപ്പോൾ പോഷ് ആക്ട് ഉണ്ട് ഇവിടെ. പോഷ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും സിനിമ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലക്ക് സിനിമയിലെ ഇത്തരം കാര്യങ്ങൾ തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. ആ തരത്തിൽ നിയമത്തിന് യാതൊരു പ്രശ്നവുമില്ല ഇപ്പം. പക്ഷേ അത് പോരാ. പ്രത്യേകിച്ചും സിനിമ എന്നുള്ള പ്രത്യേക മേഖലയായതുകൊണ്ട് പ്രത്യേക നിയമം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിയമമോ അല്ലെങ്കിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അതിലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ തന്നെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പോരാട്ടം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. WCC അതിന് നേതൃത്വം കൊടുക്കുന്നു. 1062ഓളം സ്ത്രീകൾ മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രം തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായിട്ട് വരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല പ്രമുഖരും അവിടെയൊക്കെ എത്രയോ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വിലസുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും ഇപ്പം നമുക്ക് പിടിക്കാൻ കഴിയില്ല, കുറേ പേര് മരിച്ചും പോയി. പക്ഷേ ഇനിയെങ്കിലും അത് തടയാൻ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടു കൂടി, സ്വാതന്ത്ര്യബോധത്തോടു കൂടി അവരെ ഈക്വൽസായിട്ട് തുല്യരായി ഗണിച്ചുകൊണ്ട് അവർക്ക് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കേണ്ടത് സർക്കാരുകളുടെയും പൊതുസമൂഹത്തിൻ്റെയും കടമയാണ്. സർക്കാരിന് മാത്രം കടമയായിട്ട് ഞാൻ കാണുന്നില്ല, പൊതുസമൂഹത്തിൻ്റെ കൂടി കടമയാണത്. അത് ആ രീതിയിൽ തന്നെ കേരളം ഏറ്റെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്ത്രീപക്ഷ കേരളം എന്ന് യഥാർത്ഥത്തിൽ അതിനൊരർത്ഥമുണ്ടെങ്കിൽ ഇതൊരു പക്ഷേ അതിലേക്കുള്ള വലിയൊരു നീക്കമായിരിക്കും. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ഒരു വലിയ തൂവലായി കൊണ്ടു നടക്കാവുന്നതാണ്. അത് ചെയ്യുകയാണെങ്കിൽ ഞാനതിന് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സമ്മതിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ പോലീസിൻ്റെ നടപടികൾ എടുക്കണം.
അല്ലാതെ വെറുതെ റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഫലപ്രദമാവുള്ളൂ. പല ആളുകൾക്കും പലപ്പോഴും ഈ പുതുമുഖ നടിമാർക്കൊക്കെ സിനിമ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. കാരണം സ്വന്തം അഭിമാനം വിൽക്കാൻ തയ്യാറാവാത്ത കുട്ടികൾ പോരും. അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാലോ ഈ WCC ആയിട്ട് ബന്ധപ്പെട്ടു എന്നതിൻ്റെ പേരിൽ സിനിമ ഇൻഡസ്ട്രീസിന് ഈ സ്ത്രീകൾക്ക്, അതായത് ഫൈറ്റ് ചെയ്യുന്ന, ഇപ്പം പേരുകൾ ഞാൻ പറയുന്നില്ല, ഫൈറ്റ് ചെയ്യുന്ന WCCയിലെ മെമ്പർമാർക്കും അവരെ കൂടെയുള്ളവർക്കും ശരിക്കും ബോയ്ക്കോട്ട് നേരിട്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന്. ജീവിതം തന്നെ മുട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഫൈറ്റ് ചെയ്ത് നിന്നതുകൊണ്ട് ഇപ്പോഴും അതൊരു വലിയ ഗംഭീര വിജയമായിട്ട് നിൽക്കുന്നു. ഈ WCC അതോടുകൂടി അവരെ ഫൈറ്റ് നിർത്തി വെച്ചിരുന്നെങ്കിൽ പിന്നെയും ചരിത്രം പുറകോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ചരിത്രം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി ഈ പോരാട്ടം ഏറ്റെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവരോടൊപ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. മരണം വരെ ഞാൻ WCCയോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ നിരവധി ശുപാർശകൾ ഇതിനകത്തുണ്ട്, ഈ സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ. അതൊക്കെ വളരെ വേഗത്തിൽ നടപ്പാക്കി കിട്ടേണ്ടതില്ലേ? തീർച്ചയായും ഇതിലൊന്നും കാലതാമസം ഇനി ഉണ്ടാവാൻ പാടില്ല. ഇത്രയൊക്കെ ആയില്ലേ, 4.5 കൊല്ലം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് വെച്ചാൽ നമ്മളുടെ ഗതികേട് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. പക്ഷേ WCC അവിടെ പിടിച്ചു നിന്നു. ഇത് പുറത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വിജയിച്ചു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി ഇതിന് കാലതാമസം ഉണ്ടാവാൻ പാടില്ല. എത്രയും വേഗം ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ധീരമായ റിപ്പോർട്ട് ആണ് എന്നതിൽ സംശയമില്ല. അതിനെ കെ അജിത അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.